ആകുമ്പോൾ ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്നിട്ട് അനാവശ്യ കാര്യങ്ങൾ വാങ്ങിയിട്ട് വരും. അയ്യോ പാഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത് ഒന്ന് സ്വന്തമായിട്ട് കയ്യിൽ കരുതുന്നതാണ്. അപ്പൊ കുറെ പേര് അതിന്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായി. പോകുന്ന ഹൈവേയിൽ ഇപ്പൊ പണി നടക്കുന്നുണ്ട്. കേരളത്തിലെ ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതിനെ ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ടു ബേത്തു ഡയറീസ്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ ഓഫീസ് ബാഗ് ആണ്. കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, വാട്ട്സ് ഇൻ മൈ കോളേജ് ബാഗ്, വാട്ട്സ് ഇൻ മൈ സ്കൂൾ ബാഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വാട്ട്സ് ഇൻ മൈ ഓഫീസ് ബാഗ് ചെയ്യാമെന്നുള്ളത്. അപ്പൊ ഇതാണ് ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുവന്ന എന്റെ ബാഗ്. ഇത് പ്യൂമന്റെ ബാഗാണ്. ഈ ബാഗ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് അതിന്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായി. ഇതിന് ആക്ച്വലി 2 കളിയാണ് ഉള്ളത്. ഒരു ചെറിയ കമ്പാർട്ട്മെന്റ്, എന്റെ വെള്ളത്തിന്റെ കുപ്പി വരെ ഇതിൽ പിടിക്കും. അത്യാവശ്യം വലിയൊരു കമ്പാർട്ട്മെന്റ് ആണിത്. അത് കഴിഞ്ഞ് ഒരു മെയിൻ സിബും കൂടി ഉണ്ട്. അതിൽ നമുക്ക് ലാപ്ടോപ്പും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇടാം. അതല്ലാണ്ട് സൈഡിലൊരു വെള്ളത്തിന്റെ കുപ്പിയും കൂടി ഉണ്ട്. അപ്പൊ ബാഗിന്റെ ലിങ്ക് വേണ്ടതിന് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ലിങ്ക് അയച്ചുതരാം. ഇതിന് ആക്ച്വൽ പ്രൈസ് വരുന്നത് 1500-1600 റേഞ്ചിലാണ്. പക്ഷെ എനിക്കിത് കിട്ടിയത് 599 ആണ്. ഫ്ലിപ്കാർട്ടിൽ ഓഫറിലെ സമയത്താണ് വാങ്ങിയത്. അപ്പൊ ആ പൈസക്ക് ഈ ബാഗ് വേർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ഇതിന്റെ കളർ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് കുറെ കളേഴ്സ് അവൈലബിൾ ആണ്. പിങ്ക് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ബാഗ് എന്തായാലും എടുക്കാം. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് ഈ ബാഗിന്റെ ഉള്ളിൽ എന്തായില്ലേ നോക്കിയാലോ. ഈ ബാഗിന് ഭയങ്കര വെയിറ്റ് ആണ്. സത്യം പറഞ്ഞാൽ സഞ്ചരിക്കുന്ന ഒരു മിനി ട്രോളിയാണ് എന്റെ ഈ ബാഗ്. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് ബാഗിൽ എന്തായില്ലേ നോക്കാം. ഫസ്റ്റ് തന്നെ എന്റെ ഈ ഒരു പൗച്ചാണ്. ഇത് ഞാൻ എന്റെ ബാച്ചിലേഴ്സ് പഠിക്കുമ്പോൾ വാങ്ങിയതാണ്. ഏകദേശം 3 കൊല്ലായി. ഇതിൽ കുറച്ച് പെന്ന്, മാർക്കേഴ്സ് അങ്ങനെയുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ. ഇത് ഞാൻ കാസർഗോഡുള്ള മൗലവിന്ന് വാങ്ങിയതാണ് ഈ ഒരു പൗച്ച്. ഏകദേശം 3 കൊല്ലായി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഏറ്റവും വലിയ ഐറ്റം, ഏറ്റവും വെയിറ്റിൽ ഐറ്റം, എന്റെ ലാപ്ടോപ്പ്. ഇതിനുള്ളിൽ ചാർജർ ഉണ്ട്. എനിക്ക് വർക്ക് അധികം വരുന്ന ലാപ്പിലാണ്. പിന്നെ ലാപ്പ് കൊണ്ടുപോവാന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് വെള്ളത്തിന്റെ കുപ്പി ആണ്. ഇത് 1 ലിറ്ററിന്റെ വെള്ളത്തിന്റെ കുപ്പി. ഇത് ഞാൻ കൊണ്ടുപോയാൽ ഇത് തീർത്തിട്ടേ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരലുള്ളൂ. നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു അത്രത്തോളം നല്ലതാണ് നമ്മളെ ബോഡിക്ക്. സോ ഡ്രിങ്ക് വാട്ടർ. നെക്സ്റ്റ് ഇത് നമ്മളെ ലഞ്ച് ബോക്സ് ആണ്. ഞാൻ ഇങ്ങനെയാണ് കൊണ്ടുപോകല്. ഇല്ലെങ്കിൽ ഇത് മറയും, ലീക്കറ്റ് ആവും, ഉള്ളിൽ കറിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ പിന്നെ ഫുള്ള് മൂഡ് പോവും, ബാഗും ബുക്കും ഒക്കെ ആവും. പിന്നെ അത് മാത്രല്ല, ഈ ഒരു ടർക്കി എടുത്താൽ നമുക്ക് നമ്മളെ ടേബിളിന്റെ മുകളിൽ ഇത് വിരിച്ചിട്ട് തുറന്നിട്ട് കഴിക്കാം. അതാകുമ്പോ അങ്ങനെ പുറത്തേക്ക് കറിയൊന്നും ആവൂല, ചോറൊന്നും ആവൂല. അപ്പൊ നമ്മളെ ഡെസ്ക് ക്ലീൻ ആയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ ഇതിന്നാണ് കഴിക്കുന്നെങ്കിൽ ഫുള്ള് പുറത്തേക്കാവും. പിന്നെ നമ്മൾ പേപ്പറൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് ചോറും കറിയൊക്കെ. ഇറ്റ്സ് ബെറ്റർ ടു കീപ്പ് എ ടേബിൾ ക്ലോത്ത്. ഇങ്ങനത്തെ ചെറിയൊരു ടർക്കി വെച്ചാൽ അത്യാവശ്യം പൊതിയും ചെയ്യാം, നമുക്ക് ക്ലീൻ ആക്കുകയും ചെയ്യാം, സേഫ് ആണ്. അടുത്തതായിട്ട് കുറച്ച് ബുക്സ് ആണ്. എന്റെ ഡയറിയും ഞാൻ നോട്ട് എഴുതുന്ന ഒരു സാധനവും പിന്നെ എന്റെ ഒരു റെഫറൻസിന്റെ ബുക്കാണ് എന്റെ വർക്കിന്റെ. അത് കഴിഞ്ഞ് ഇയർഫോൺസ്. ഇൻ കേസ് ഓഫീസിൽ ഫ്രീ ടൈം ഒക്കെ കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും സീരീസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് കുത്തി കണ്ടാൽ മതി. വെറുതെ അതിനെ ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. സോ ഫോർ സേഫ്റ്റി. നിങ്ങൾ എന്റെ ഷോർട്സ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ ഡെയിലി നട്ട്സ് കൊണ്ടുപോകാറുണ്ട് ഓഫീസിലേക്ക്. എന്തെങ്കിലും ആയിട്ട് കൊണ്ടുപോകും. എനിക്കിങ്ങനെ വിഷമം കൊടുക്കും വെറുതെ ഇരിക്കുമ്പോ. സോ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അയ്യോ അടുത്തത് എന്റെ ബാഗിലത് ഈ ഒരു കൊടയാണ്. കേരളത്തിലെ ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഒന്നിക്കൽ നല്ല വെയിലായിരിക്കും, ഒന്നിക്കൽ നല്ല മഴയായിരിക്കും. ഇപ്പൊ തന്നെ നല്ല വെയിലുള്ള ദിവസം, ഉച്ചക്കൊക്കെ മഴ പെയ്യാറുണ്ട്. സോ എന്തിനാ വെറുതെ റിസ്ക് നിൽക്കുന്നത്? അപ്പൊ കൊട എപ്പോഴും കയ്യിൽ കരുതാം. നെക്സ്റ്റ് ഈ മെയിൻ കമ്പാർട്ട്മെന്റില് ഈ ഒരു കുഞ്ഞി ഡയറി ഞാൻ എപ്പോഴും കൊണ്ടുപോകലുണ്ട്.
എനിക്കിങ്ങനെ വാങ്ങാനുള്ള സാധനങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ വരും. ഇങ്ങനെ വീട്ടിലേക്കാണെങ്കിലും റൂമിലേക്കാണെങ്കിലും ഓഫീസിലേക്കാണെങ്കിലും അല്ലാണ്ട് ഡ്രസ്സ് ആണെങ്കിലും ഇങ്ങനെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അയ്യോ അതില്ലല്ലോ അത് വാങ്ങിക്കണം. പക്ഷെ ശരിക്കും സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്നിട്ട് അനാവശ്യ കാര്യങ്ങൾ വാങ്ങിയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഞാനൊരു നോട്ട് പാഡ് എപ്പോഴും എടുക്കും എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എഴുതാൻ. സോ ദാറ്റ് ഇൻ കേസ് ഷോപ്പിംഗ് മറ്റേ പോകേണ്ടി വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഐ ബൈ ദ കറക്റ്റ് തിങ്. വെറുതെ പൈസ കളയാണ്ടൊക്കെ. നെക്സ്റ്റ് പൗച്ചിൽ വെക്കാൻ സമയമില്ലാണ്ട് ബാഗിലേക്ക് തന്നെ ഡയറക്റ്റ് ഇട്ട കുറച്ച് പെന്നാണ്. സോ മെയിൻ കമ്പാർട്ട്മെന്റിൽ അത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് തുറക്കാം. അപ്പൊ ചെറിയ കമ്പാർട്ട്മെന്റില് ഫസ്റ്റ് തന്നെ സാനിറ്ററി പാഡ്. എപ്പോഴാ ആവശ്യം വരുന്നത് എവിടുന്ന ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ എല്ലാവരോടും ഉണ്ടോ പാഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് സ്വന്തമായിട്ട് കയ്യിൽ കരുതുന്നതാണ്. വലിയ വെയിറ്റ് ഒന്നുമില്ല. പിന്നെ ഇതൊന്നും ഇങ്ങനെ ബാഗിലിട്ടാൽ നമുക്ക് ആവശ്യത്തിനടുത്ത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ആൻഡ് ഗിവ്. ബസ് ടിക്കറ്റ്. And next is few more pen, scale, pencil. Yeah. ഇതൊക്കെയാണ് ഫ്രണ്ട് പൗച്ചിലുള്ളത്. എന്റെ പെണ്ണൊക്കെ എപ്പോഴും എല്ലായിടത്തും എല്ലാ ഏരിയയിലും ഉണ്ടാവും. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴേക്കായിരിക്കും പെണ്ണ് തപ്പിയാൽ കിട്ടൂല. അപ്പൊ പിന്നെ ഓരോ പെണ്ണ് ഓരോരോ പൗച്ചിൽ കിട്ടുന്നവർക്ക് എടുത്തിടും. സോ ദാറ്റ് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇൻ കേസ് നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇറ്റ്സ് എ മാസ്ക്. റോഡിൽ ഇപ്പൊ നമ്മൾ പോകുന്ന ഹൈവേയിൽ ഇപ്പൊ പണി നടക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര പൊടിയാണ്. ഇപ്പൊ ഒരു രക്ഷയില്ല. അപ്പൊ ബസ്സിൽ കയറിയാൽ മാത്രം മാസ്ക് ഇടും. ബസ്സിൽ നിന്ന് ഇറങ്ങിയ മാസ്ക് ഊരും. കുറെ സമയം ഇട്ടിക്കാൻ പറ്റുന്നില്ല, മുമ്പത്തെ പോലെയല്ല. പിന്നെ നെക്സ്റ്റ് എന്റെ റീഡിങ് ഗ്ലാസ്. ഞാൻ അങ്ങനെ ഇടലില്ല. ഇതിട്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ലാപ്പിലാണ് വർക്ക് ആയതുകൊണ്ട് ഇത് ഇടക്കിടക്ക് എടുത്തിടേണ്ടി വരുന്നില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് തല പൊട്ടും. ഇത് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയണേ. എനിക്കിത് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. കുറച്ച് വലുതായ പോലെ ഉണ്ടോ എന്റെ മുഖത്ത് എന്താന്നുള്ളത് എന്തായാലും കമന്റ് ബോക്സിൽ പറയാനും മറക്കരുത്. പിന്നുള്ളത് എന്റെ വീടിന്റെ കീയോ എന്റെ വണ്ടീന്റെ കീയോ ആണ്. ഞാൻ ബസ്സിലാണ് പോകുന്നത്. പക്ഷെ ബസ് സ്റ്റോപ്പ് വരെ, അതായത് ഹൈവേ വരെ ഞാൻ സ്കൂട്ടിയിലാണ് പോകുന്നത്. അത് വരെ പെർമിഷൻ ഉള്ളൂ വീട്ടിൽ നിന്ന്. പിന്നെ വീടിന്റെ കീ. അത് കഴിഞ്ഞ് എന്റെ പേഴ്സാണ് വരുന്നത്. പേഴ്സില് പൈസ ഇല്ല, പകരം എന്റെ ഡ്രൈവിംഗ് ലൈസൻസ്, ATM കാർഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ പൈസ ഇടാന്ന് ചോദിച്ചാല് ഇതാണ് പൈസ. ഇങ്ങനെ ഉള്ളിലേക്ക് ഇടും. കാരണം ചില സമയത്ത് നമുക്ക് ബസ്സിൽ ഭയങ്കര തിരക്കായിരിക്കും, സീറ്റൊന്നും കിട്ടൂല. അപ്പൊ ഈ പൈസ പേഴ്സിലെല്ലാം ഇട്ട് വെച്ചാല് അതിങ്ങനെ എടുത്ത് രണ്ടാമത് നമുക്ക് എത്രയൊന്നും സമയം കിട്ടൂല. ഇല്ലെങ്കിൽ നമ്മൾ തടഞ്ഞു വിളിച്ച് വീഴും. ബസ്സാണെങ്കിൽ ഭയങ്കര സ്പീഡ്. ഞാൻ പറഞ്ഞില്ല പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വെട്ടിച്ചും കുട്ടിച്ചൊക്കെയാണ് ബസ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഡയറക്റ്റ് ബാഗിന്റെ പൗച്ചിലേക്ക് പൈസ ഇങ്ങനെ ഇടും. സോ അപ്പൊ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. നെക്സ്റ്റ് എന്റെ വാച്ച് ഞാൻ എപ്പോഴും ചില സമയത്ത് തിരക്കിൽ ഓടുന്ന സമയത്ത് ഇടാനൊക്കെ മറക്കും. അപ്പൊ ബാഗിൽ തന്നെ എടുത്തിട്ടാല് നമുക്ക് പിന്നെ ബസ്സെന്നോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ പോകുന്ന വഴിക്കൊക്കെ വാച്ച് ഇടാം. പിന്നെ അത് കഴിഞ്ഞ് ടിഷ്യൂ. ഞാൻ ഭയങ്കര വേർക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ വേർത്തോണ്ടുണ്ട്. അപ്പൊ ഇതില്ലെങ്കിൽ നേരമില്ല ഒപ്പാൻ. സോ ടിഷ്യൂ. ഇത് മിനിസോന്ന് ഞാൻ വാങ്ങിയ നല്ല ക്യൂട്ട് ടിഷ്യൂ ആണ്. കണ്ടില്ലേ, ക്യൂട്ടല്ലേ? പിന്നെ അത് കഴിഞ്ഞ് പെർഫ്യൂം, മിനി പെർഫ്യൂം. ഞാൻ പറഞ്ഞില്ല ഞാൻ നല്ലോണം വേർക്കുമെന്ന്. അപ്പൊ എനിക്ക് ചില സമയത്ത് വർക്കൊക്കെ കഴിയുമ്പോഴേക്ക് ഫുള്ള് വേർത്തിട്ടുണ്ടാവും. ചില സമയത്ത് കറണ്ടൊക്കെ പോയാൽ. അപ്പൊ ജസ്റ്റ് ഒന്ന് ടച്ച് ഇട്ട് വിട്ടാ സെറ്റ് ആവും. പിന്നെ ലിപ് ലൈനർ, ഇൻ കേസ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു ടച്ചപ്പിന്. ഞാനതങ്ങനെ യൂസ് ചെയ്യാറില്ല. എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ പോയി വരലാണ് പതിവ്. എന്നാലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ചിലപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ തോന്നിയാൽ ടച്ചപ്പിന് വേണ്ടി വെച്ചതാണ്. അപ്പൊ നമ്മളെ ബാഗത്തെ ലാസ്റ്റ് സാധനം റബ്ബർ ബാൻഡും ഒരു ചെറിയൊരു പ്ലക്കറും ആണ്. കാരണം ഇതെപ്പോഴാണ് കയ്യിൽ നിന്ന് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒന്നാകെ പാറും. പിന്നെ ബസ്സിലൊക്കെ ആയതുകൊണ്ട് ഇരിക്കാനും സീറ്റ് കിട്ടൂല, നിൽക്കാനും സീറ്റ് കിട്ടൂല. അപ്പൊ പിന്നെ മുടിയൊക്കെ ഇളക്കിയിട്ടാ പിന്നെ ഒന്നും പറയണ്ട. സോ ഒരു പ്ലക്കറും ഒരു ചെറിയ തലക്കെട്ടും. അപ്പൊ ഇതായിരുന്നു നമ്മളെ വീഡിയോ.
വീഡിയോ ഇഷ്ടമായോ ഇല്ലോ എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം. ഇതേപോലെ നിങ്ങളെ ബാഗിൽ എന്തൊക്കെയാണ് നിങ്ങൾ എപ്പോഴും കൊണ്ടുപോകുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ബാഗിൽ വെറൈറ്റി ആയിട്ട് എന്താ നിങ്ങൾ വെക്കൽ എന്നുള്ളത് എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.